ഹലോ ഗൈസ്, എല്ലാവരും വെൽക്കം ബാക്ക് മൈ ചാനൽ ഗെയിമിംഗ് സോക്കേസ്. ഒരുത്താണെങ്കിൽ പറഞ്ഞ് അങ്ങോട്ട് G8 വെച്ച് അങ്ങോട്ട് അടിച്ചു ഗൈസ്. നമ്മളാണെങ്കിൽ അപ്പം തന്നെ താഴേക്ക് അങ്ങോട്ട് പോയി. തിരിച്ച് മേലേക്ക് വരുമ്പോഴേക്കും ഗൈസ് നമ്മുടെ ടീമേറ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ടീമേറ്റിനെ ആരെ അടിക്കാൻ അറിയുമ്പോൾ നമ്മുടെ 100 ബുള്ളറ്റിൻ്റെ കണ്ടുണ്ട് അതെടുത്ത് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ റാങ്ക് പുഷിങ് ആണ് റോഡ് ടു എലൈറ്റ് ഹീറോ ഗൈസ്. ഓക്കെ, അപ്പോഴാണെങ്കിൽ അവനെ ഇവിടെ കണ്ടു. അപ്പോഴാണെങ്കിൽ ഞാൻ ബോട്ടൊക്കെ കളിക്കുന്നത് എന്തുവാടിയത്, എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. 100 ബുള്ളറ്റിന് സ്കോപ്പൊക്കെ ചെയ്യണ്ടായിരുന്നു. അപ്പോഴേക്കും അങ്ങനെ എല്ലാവരും ചത്തു. അപ്പം നമ്മുടെ ടോക്സിക്കോട് മാത്രമേ ബാക്കിയുള്ളൂ. അവനാണെങ്കിൽ പോയിട്ട് എല്ലാവരും ഗൈസ് എല്ലാവരും അങ്ങോട്ട് റിവൈവ് ചെയ്ത് വിടുകയാണ്. അപ്പോൾ അവൻ റിവൈവ് ചെയ്തതും ഞാൻ പോയിട്ട് ആ സിപ്പ് ലൈൻ പറഞ്ഞ സ്ഥാനത്തിൽ കൂടെ പോയി എന്നെ എനിമേറ്റ് ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഇറങ്ങി തന്നെ ഡ്രോപ്പ് എടുക്കാൻ വേണ്ടി അങ്ങനെ ചത്തുപോയി. അപ്പോഴേക്കും നമ്മളെ ടീമേറ്റ് അതേപോലെ തന്നെ റിവൈവ് അടിച്ചു. പ്രശ്നം ചാവുണ്ടാകാണ്ട് ടീമേറ്റിൻ്റെ ഒപ്പം തന്നെ ഇറങ്ങി. അപ്പോഴാണെങ്കിൽ താറ പൊഴിഞ്ഞ ഫൈറ്റ്. പിന്നെ അതിൻ്റെ ചൊരറ്റ ചാട്ടം 3 പേര് ദാണ്ടേ വരുന്ന ഒരു ഗ്ലൂ കിട്ടും. ഇവനെ എടുക്കാൻ വിചാരിക്കുമ്പോഴേക്കും അവനും ഗ്ലൂ കിട്ടും. എൻ്റെ ഒരു ഗ്ലൂ വല്ല ഉണ്ടായിരുന്നു തീർച്ചയൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ ഒരുത്തന്നെ നോക്കടിച്ചു സ്റ്റാക്കാക്കി ഹെഡും കയറി. അടുത്തവൻ അടിച്ചപ്പോൾ അവനും നോക്കി കുത്തിപ്പിടിച്ചു. പക്ഷേ എൻ്റെ ഒരു ഗ്ലൂ ആളില്ല. അതാണ് വൂക്കവും കിട്ടിയിട്ട് നേരത്തെ അടിച്ചു കൈസ്. ഇപ്പോഴും വൂക്കവും കിട്ടും. അവൻ്റെ ടീമേറ്റ് വന്നു അടിക്കാൻ വിചാരിക്കുമ്പോഴേക്കും നോക്കിലാണ് പോയിട്ട് എയിമാണ്. അപ്പോൾ അവൻ നോക്ക് വിൻ ചെയ്തപ്പോൾ ഗ്ലൂ വാൾ കിട്ടി. ആ ഗ്ലൂ വാൾ ഇട്ടിട്ട് മറ്റേ ഹീലിംഗ് ഡ്രോണും കൂടി ഇട്ടിട്ട് ഇവൻ്റെ എന്തുള്ളതോ ഇവൻ്റെയിലും വീണതിൻ്റെ ഉള്ളൂ എത്ര ദൂരം എന്താടാ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു മെൽറ്റർ ഇട്ടു. ഇവൻ്റെ കയ്യിൽ മുട്ടേക്കറും ഉണ്ടായിരുന്നു. അതും എടുത്തിട്ട് ഒരു മെൽറ്റർ ഇട്ടപ്പോൾ നമ്മുടെ ടീംമേറ്റ് ചത്തു. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിവൈവ് അടിച്ചു. അപ്പോൾ റിവൈവ് അടിച്ച് കഴിഞ്ഞിട്ട് അവൻ്റെ ബാക്കിയുള്ള ടീംമേറ്റ് എവിടെയെന്ന് നോക്കിയിട്ട് വെടിയിക്കാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോഴേക്കും മേലെ നിന്ന് ഏതോ ഒരു തന്നെ അടിച്ചു. അടിച്ചു. അപ്പോഴാണെങ്കിൽ എൻ്റെ കയ്യിൽ മറ്റേ മോൺസ്റ്ററൊക്കെ വലിയ സാധനം ഉണ്ടായിരുന്നു. അത് ഇട്ട് വയ്ക്കുക. അതാകുമ്പോൾ ലാസ്റ്റ് സോണിലൊക്കെ മോൺസ്റ്ററൊക്കെ വെച്ച് സീനായി കളിക്കുക പറഞ്ഞിട്ട് അതവിടെ ഇട്ട് വെച്ചു. അപ്പോഴാണെങ്കിൽ ഉള്ളിൽ എനിമി അവരുടെ മോൺസ്റ്ററൊക്കെ അത് എടുത്തിട്ടുണ്ട്. അയ്യോ, അപ്പോൾ അറിയാൻ മോൺസ്റ്ററൊക്കെ അതാണെങ്കിൽ ഞാൻ ഇറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഗ്ലൂ വാൾ ഇട്ടിട്ട് ഹീൽ ചെയ്ത് അവൻ നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട്. ഇവനാണെങ്കിൽ ഇവിടെ ഇട്ടു ഗ്ലൂ വാൾ. ഞാനൊരു ഗ്രനേഡ് എടുത്ത് തന്നു. വെളിക്ക് പോയപ്പോഴാണെങ്കിലും ഗ്രനേഡ് എൻ്റെ അടുത്ത് വീണ് പറഞ്ഞിട്ട് ഒരു ഗ്ലൂ വാളും കൂടി ഇട്ടു. അപ്പോഴേക്കും ഗ്ലൂ വാൾ സെറ്റ് ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ അത് കഴിഞ്ഞ് ഹീലൊന്നും ചെയ്തിട്ട് പെട്ടെന്ന് സോണിലേക്ക് കയറി. അപ്പം മേലെ എനിമിനെ കണ്ട പോലെ തോന്നി. എല്ലാം കൊണ്ട് അവിടെ നിന്ന് ഇവിടേക്ക് വന്നപ്പോഴേക്കും എനിമീസ് കാര്യങ്ങളൊക്കെ വളഞ്ഞിട്ട് നമ്മളടിച്ച് ഗൈസ്. അങ്ങനെ അടിച്ച് ഞാനും നോക്കായി. നമ്മുടെ ടീമേറ്റ് വന്നു, അവനും നോക്കായി. എല്ലാവരും ചത്തു. வாழ விருப்பம் இல்லாததாலதான் நான் என்ன பலசாலியா காட்டிக்கிறேன். ஆனா நான் எவ்வளவு பெரிய தோத்தாங்குழிங்கிற விஷயம் எனக்கு மட்டும் தான் தெரியும்.